ക്ഷേമ പെൻഷൻ ലഭിക്കാത്തവരുടെ ദുരിതങ്ങളുടെ നേർക്കാഴ്ചയാണ്. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്കൊന്ന് പോകാം. കാരയ്ക്കാമണ്ഡപത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലുമാകാത്ത ഒരു വയോധികയുണ്ട്. 2 കൈകൾക്കും ചലനശേഷിയില്ല. ദുരിത ജീവിതത്തിൽ ഏക ആശ്വാസം ക്ഷേമ പെൻഷനായിരുന്നു. ഹൃദ്രോഗവും മറ്റു പല അസുഖങ്ങളും ഇവരെ വേട്ടയാടുന്നു. മേരിക്കൊപ്പം TV പ്രസാദ്. പ്രസാദ്, മേരി പറഞ്ഞതുപോലെ ഞാനിവിടെ തിരുവനന്തപുരത്ത് പറഞ്ഞോളൂ. മേരിക്കൊപ്പമാണല്ലോ ഉള്ളത്. പ്രസാദ്, ചോദിച്ചോളൂ ശ്രുതി. അവർക്ക് എത്ര കാലമായി പെൻഷൻ മുടങ്ങിയിട്ട്? അവരുടെ ജീവിതസ്ഥിതി ഒന്ന് ക്യാമറ കണ്ണിലൂടെ കാണാം. അതെ സ്മൃതി, അതായത് തിരുവനന്തപുരത്ത് പഴയ കാരയ്ക്കാമണ്ഡപം, പുതിയ കാരയ്ക്കാമണ്ഡപം, അതായത് നിയമം പോകുന്ന ഭാഗത്താണ്. അവിടെയാണ് ഈ മേരിയുടെ വീട്. നമ്മൾ അറിഞ്ഞത് വികലാംഗയാണ്, എണീറ്റ് നടക്കാൻ കഴിയില്ല, കൈക്ക് സ്വാധീനമില്ല. ഇവിടെ വന്നപ്പോഴാണ് ശ്രുതി അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത്. 1.25 സെൻറ്റ് സ്ഥലത്താണ് ഇവരുടെ ഒരു കുഞ്ഞു വീടുള്ളത്. ഇവർക്ക് ആരുമില്ല, ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഇവരിവിടെ ഇരിക്കുകയാണ്. ഇതാണ് മേരിക്കിതാ നടക്കാൻ പോലും കഴിയില്ല. യഥാർത്ഥത്തിൽ ഇവർക്ക് ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള അസുഖങ്ങളുണ്ട്. ഇവർക്കൊരു ഓട്ടോറിക്ഷയിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ കഴിയില്ല. അതായത് ഓട്ടോറിക്ഷയിലെ സീറ്റ് മാറ്റി വെച്ചാണ് പലപ്പോഴും പോകാറുള്ളത്. ചിലപ്പോൾ പെട്ടിയോട്ടയൊക്കെ ആശ്രയിച്ചാണ്. ഇതാണ് ഇവരുടെ ആരോഗ്യസ്ഥിതി. ഇവർക്ക് വേറെ ആരുമില്ല, കുഞ്ഞുങ്ങളില്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഒരു സഹോദരിയുടെ മോളുണ്ട് ഇവിടെ, അവർക്കും വയ്യാത്തതാണ്. ഇവർക്കാണ് ഇപ്പോൾ 1600 രൂപയാണ് കിട്ടുക. ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷനാണ്. അതിപ്പോൾ കഴിഞ്ഞ 5 മാസമായി കുടിശ്ശികയായി കിടക്കുകയാണ്. ഈ 1600 രൂപ കിട്ടിയിട്ട് വേണം ഇവരുടെ അത്യാവശ്യ കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി. ഇവിടെ തൊട്ടടുത്തുള്ള അയൽവാസികളൊക്കെ ഉണ്ട്, അവരോട് നമുക്ക് ചോദിക്കാം. ഇവരുടെയൊക്കെ കൂടി സഹായത്തോടെയാണ് ഇവരുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത്. ഈ 1.25 സെൻറ്റ് സ്ഥലത്തുള്ള ഈ വീട്ടിന് ഇതുവരെ കെട്ടിട നമ്പർ പോലും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇവരുടെ ഒരു ജീവിതത്തിൻ്റെ ചുറ്റുപാടാണ്. വലിയ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ മേരി എന്നത്. ഇവർക്ക് ഈ പെൻഷൻ മുടങ്ങുന്നതോടുകൂടി ഇവരുടെ ആകെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആശ്രയം, ഒരു സഹായം അതില്ലാതാവുന്നു എന്നുള്ളതാണ്. നമ്മൾ പല പെൻഷൻ വാങ്ങിക്കുന്നവരുടെയും കിട്ടാൻ അവർക്ക് മക്കൾ ഒന്നിക്കൽ ജോലിയുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടെങ്കിലും ഉണ്ടാകും. പക്ഷേ ഇവരെ പോലെയുള്ളവർക്ക് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ നാട്ടുകാരും അയൽവാസികളും ബന്ധുക്കളും ഒക്കെ സഹായിച്ച് ജീവിക്കേണ്ടി വരുന്നവർക്ക് ഈ പെൻഷൻ കിട്ടാതാകുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ നമ്മൾ തേടിയെത്തിയത്. ഇവർക്ക് കിട്ടേണ്ടത് ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷനാണ്. ഇപ്പോൾ 5 മാസം കഴിഞ്ഞു മുടങ്ങിയിട്ട്. ഈ പെൻഷൻ അല്ലാതെ മറ്റൊരു വഴിയില്ല അല്ലേ? വേറെ ഒരു വഴിയില്ല. ഈ പെൻഷൻ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. മരുന്നായിരുന്നാലും ആഹാരമായിരുന്നാലും, പിന്നെ റേഷൻ എനിക്ക് 4 കിലോ അരിയുണ്ട്, അത് വെച്ച് 1 മാസം വരെ എനിക്ക് പറ്റൂല. പിന്നെ ഈ 6-7 മാസം വരെ മുടക്കിയാണ് ഈ ഇട്ടയ്ക്കുന്നത്. 1600 രൂപയാണ്. ഈ പെൻഷൻ വെച്ചാണ് എൻ്റെ തുണിയായിരുന്നാലും സോപ്പായിരുന്നാലും എണ്ണയായിരുന്നാലും എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. സഹായിക്കാൻ ഒരു സഹോദരിൻ്റെ മോളുണ്ട്. പിന്നെ അവർ വയ്ക്കുന്നെങ്കിൽ എനിക്ക് തരും. പിന്നെ ഞാൻ ഇരുന്നുകൊണ്ട് എന്നാൽ കഴിയുള്ള ആഹാരങ്ങളൊക്കെ ഞാൻ തന്നെ വെച്ച് കഴിക്കുന്നത്. അപ്പോൾ ഈ പണം കൂടി ഈ പെൻഷൻ കൂടി മുടങ്ങുമ്പോൾ ഈ എങ്ങനെയാ കാര്യങ്ങൾ ആരെ സഹായിക്കും? ആരും ഇല്ല സഹായിക്കാൻ. പിന്നെ അടുത്ത അയൽവാസിയൊക്കെ എനിക്ക് ഒരു നേരത്തെ ആഹാരമൊക്കെ എനിക്ക് കൊണ്ടു തരും. അത് വെച്ച് ഞാൻ ജീവിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് 2 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി ഒന്നും കൂടെ അസുഖങ്ങൾ എന്തൊക്കെയാണ്? ഹൃദ്രോഗമുണ്ട്, എനിക്ക് ഹാർട്ടിന് കുഴപ്പമുണ്ട്, എനിക്ക് ശ്വാസകോശം തകരാറുണ്ട്, എനിക്ക് വയറ്റിൽ ഇനി ഒരു മുഴയുണ്ട്. 2 ഓപ്പറേഷൻ കഴിഞ്ഞ ഞാനാണ്. ഇപ്പം എനിക്ക് ഒരു ചെവി, എനിക്ക് ഈ മൊത്തം ഒരു സൈഡ് മൊത്തം വേദന. ഈ വലത് കൈ എനിക്ക് സ്തംഭിച്ച് കിടക്കുന്നു. ഈ ഇടത് കൈ കൊണ്ടാണ് ഞാൻ സഹായിക്കുന്നത്. ഇപ്പം എനിക്ക് അതുപോലും സ്വാധീനം ഇല്ലാതായി. പിന്നെ എൻ്റെ അവസ്ഥയെല്ലാം നിങ്ങൾ കാണുമ്പം മനസ്സിലാവും. ഒരുപാട് ബുദ്ധിമുട്ടാണ് എനിക്ക് ഈ പെൻഷൻ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ഈ പെൻഷൻ എനിക്ക് എത്തിക്കണം. എനിക്ക് നിങ്ങളെല്ലാവരും സഹായം കൂടെ. പിന്നെ എനിക്കൊരു പരാതി ഉള്ളത് എന്ന് പറഞ്ഞാൽ
ഞങ്ങൾക്ക് 1.25 സെൻറ്റ് സ്ഥലമുണ്ട്. സ്മൃതി, ഇവരുടെ ഒരു പരാതി കൂടിയുണ്ട്, അത് നമ്മൾ കേൾക്കേണ്ടതാണ്. പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമുക്ക് ആ പരാതി എത്തിക്കാം എന്ന് തോന്നുന്നു. എന്തായിരുന്നു ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് 1.25 സെൻറ്റ് സ്ഥലമുണ്ട്. ഞങ്ങൾക്ക് 10 സെൻറ്റ്, 5 സെൻറ്റ്, 3 സെൻറ്റ് ഒന്നുമില്ല. ഈ 1.25 സെൻറ്റ് സ്ഥലത്തിൽ ഞങ്ങൾക്ക് ലൈവ് പദ്ധതിയിൽ മറ്റേ സബീറ ബീഗം, ഗോവൻ സാറ് എല്ലാവരും കൂടെ ഇതായിട്ട് ഞങ്ങൾക്ക് പട്ടയം കിട്ടി. അതിൽ ഞങ്ങൾ വീട് പണി ചെയ്ത് 1.25 സെൻറ്റിൽ വീട് വെച്ചു. ലൈഫ് പദ്ധതിയിൽ വീട് വെച്ചിട്ട് വീട് പൂർത്തിയായില്ല. അതിൽ 4 ലക്ഷം രൂപ അനുവദിച്ച് 3.5 ലക്ഷം രൂപയാണ് തന്നത്. ഞങ്ങൾ തൊട്ടടുത്തുള്ള അയൽവാസി മറ്റേ ഇഗ്നീസ് എന്ന് പറയണ ആ വ്യക്തി ഞങ്ങൾ വീട് വച്ചതിന് ശേഷം ഞങ്ങൾ പരാതി കൊടുത്ത് ഈ 6 വർഷം കൊണ്ട് ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷൻകാർ വന്ന് ഇപ്പം പരാതി കൊണ്ട് കൊടുക്കുമ്പോൾ കോർപ്പറേഷൻകാർ വന്ന് പറയണത് ഇടിക്കണം, നിങ്ങൾ വരണം, പരാതിയുണ്ട്, നിങ്ങൾക്ക് പേരിൽ നടപടിയെടുക്കും. കെട്ടിട നമ്പർ ഇതുവരെ കിട്ടിയില്ല. ഞങ്ങൾക്ക് TC നമ്പരൊന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് 50,000 അവർ പിടിച്ചിട്ടൊക്കെയാണ്. പിന്നെ ഇവരും ഈ കിനിസ് എന്ന് പറയുന്ന വ്യക്തി ആ കോർപ്പറേഷൻ ഓഫീസിൽ പോകുമ്പോഴെല്ലാം അവരിവിടെ വന്ന് ഞങ്ങളെ മാനസികമായിട്ട് ഒരുപാട് വിഷമിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനം ഇല്ല. ഈ പുറത്ത് ഇരിക്കാൻ പറ്റില്ല, വണ്ടി കൊണ്ടുപോയി തടസ്സവും ഞങ്ങളെ ഇടിക്കാൻ വരും പോലെയും. പിന്നെ വഴിയിൽ നിന്ന് മാറി എനിക്കാണെങ്കിൽ പെട്ടെന്ന് മാറാനൊന്നും പറ്റില്ല. എൻ്റെ അവസ്ഥയെല്ലാം നിങ്ങൾ കണ്ടല്ലോ സാറേ. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഈ അയൽവക്കം കൊണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. പക്ഷെ ചില അയൽവാസികൾ തന്നെയാണ് സഹായിക്കുകയും ചെയ്യുന്നത്. അയൽവാസിയാണ് എനിക്ക് സഹായിക്കണത്. എനിക്ക് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഈ കിനീസിന് ഒരു നടപടിയെടുത്ത്, ഈ കോർപ്പറേഷൻകാരൻ്റെ ഒരു നടപടിയെടുത്ത് എനിക്ക് TC നമ്പർ വാങ്ങിച്ചു തരണം. എനിക്ക് 50,000 എനിക്ക് കിട്ടാനുണ്ട്. എനിക്ക് അതും കിട്ടി. എനിക്ക് സ്മൃതി, അതായത് ഇവരുടെ പെൻഷൻ്റെ സങ്കടം അറിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത്. അതിനുശേഷമാണ് ഈ ഒരു ബുദ്ധിമുട്ടും അറിയുന്നത്. 1.25 സെൻറ്റിലാണ് ഈ വീടുള്ളത്. കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വഴിയിൽ നിന്നൊക്കെ അത്യാവശ്യം വീട് വിട്ടിട്ടുണ്ട്. പക്ഷേ അരികിൽ നിന്ന് വിടുന്നതോ എന്തോ ആണ് ബുദ്ധിമുട്ട്. പക്ഷേ ഇപ്പോഴും ചില ആളുകൾ ആരോ പരാതി കൊടുത്തതിൻ്റെ ഭാഗമായി ഇപ്പോഴും ഇവിടെ കോർപ്പറേഷനിൽ നിന്ന് ആളുകൾ വരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. കെട്ടിട നമ്പർ കിട്ടിയിട്ടുമില്ല. ഇവരുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നവരാണ്. ഇവരുടെയൊക്കെ സഹായത്തോടെയാണ് ഇവർ ജീവിക്കുന്നത്. എങ്ങനെയാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ചേച്ചി? മുന്നോട്ട് പോകുന്നത് ഭയങ്കര കഷ്ടമാണ്. പിന്നെ ഞങ്ങളെ കൊണ്ട് കഴിവതും ഞങ്ങൾ സഹായിക്കും. ഞങ്ങളെ കൊണ്ട് പൈസ കൊണ്ട് ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റത്തില്ല. നമ്മളാൽ കഴിയുന്നത് വല്ല സഹായം തൊട്ടതൊക്കെ എടുത്തു കൊടുക്കാനും പലതൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ പറ്റും. പിന്നെ ഞങ്ങളും കഷ്ടത്തിൽ കിടക്കുന്നതാണ്. ഞങ്ങൾക്ക് ഈ ആഹാരം പറ്റത്തില്ല. ഉള്ളതിൽ നിന്ന് സഹായിക്കുന്നു. പിന്നെ കൂടുതലും അവർക്ക് ഈ മുസ്ലിങ്ങൾ അവരെ നോമ്പ് അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ഭക്ഷണം, പിന്നെ 2 കിലോ അരി അങ്ങനെയൊക്കെ എന്തെങ്കിലും സഹായിക്കും. ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ദുരിതം, അവർക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ട്. 50,000-ഓളം രൂപയുടെ കുടിശ്ശികയുണ്ട് പെൻഷനുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മേരി പ്രസാദിനോട് പങ്കുവച്ചിരിക്കുന്നത്. സർക്കാർ കാണേണ്ട കാഴ്ച തന്നെയാണ്. ഒരുപാട് കാഴ്ചകളുണ്ട്. വിവിധ ജില്ലകളിൽ ഞങ്ങളുടെ പ്രതിനിധികൾ ആ കാഴ്ചകൾ എത്തിക്കുകയാണ്. സർക്കാരിന് മുന്നിലേക്ക് ഞങ്ങൾ വെക്കുകയാണ് ഈ പ്രതികരണങ്ങൾ.